മാംഗല്യസൂത്രം ഭാഗം 4. അങ്ങനെ എൻഗേജ്മെൻ്റ് പ്രിപ്പറേഷനൊക്കെ തുടങ്ങി. അനാമിക റെഡ് കളർ ലെഹങ്ക ആയിരുന്നു എടുത്തത്. അതിന് മാച്ചിങ്ങായി ഓർണമെൻറ്റ്സും എടുത്തു. എല്ലാവർക്കും വലിയ ഉത്സാഹമായിരുന്നു. അനുവിൻ്റെ അച്ഛൻ വലിയ രീതിയിൽ തന്നെ എൻഗേജ്മെൻറ്റ് നടത്താൻ തീരുമാനിച്ചു. കാരണം ഏക പെൺതരിയല്ലേ അവൾ. അങ്ങനെ എൻഗേജ്മെൻറ്റ് ദിവസം വന്നെത്തി. അനാമിക രാവിലെ എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ പോയി വന്നപ്പോഴേക്കും അവളെ ഒരുക്കാൻ ബ്യൂട്ടീഷ്യൻ എത്തിയിരുന്നു. അവളെ ഒരുക്കി സുന്ദരിയാക്കി. അവളെ ഒരുങ്ങി കണ്ടതും എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. മകളെ ആ വേഷത്തിൽ കണ്ടതും ആ അച്ഛൻ്റെ ഉള്ളം പിടഞ്ഞു. അവൾ തങ്ങളെ വിട്ട് വേറൊരു വീട്ടിലേക്ക് ഉടൻ പോകുമല്ലോ എന്നോർത്ത്. അതോടൊപ്പം എല്ലാവരും വളരെയധികം സന്തോഷത്തിലായിരുന്നു. എല്ലാ കുടുംബക്കാരും എത്തി. മൊത്തം വലിയൊരു ആഘോഷമായിരുന്നു അവിടെ. 11 മണിയായിരുന്നു മോതിരൽമാറൽ ചടങ്ങിന് മുഹൂർത്തം കണ്ടത്. 10:30 ആയപ്പോഴേക്കും ശ്രാവണം വീട്ടുകാരും എത്തിയിരുന്നു. അവർ വന്നതറിഞ്ഞതും അനുവിന് ആകെ പരവേശമായിരുന്നു. നാണത്താൽ അവളുടെ മുഖം ചുവന്നു. രേവതി വേഗം അവളുടെ അടുത്തെത്തിയിരുന്നു. പിന്നീട് അവർ കൊണ്ടുവന്ന ഡ്രസ്സിട്ട് അവളെ ഒരുക്കി. കോഫി കളർ ലെഹങ്ക ആയിരുന്നു. അതിന് മാച്ചായി കോഫി കളർ കുർത്തയും വൈറ്റ് പാൻറ്റുമായിരുന്നു അവൻ്റെ വേഷം. മുഹൂർത്തമായതും അനുവിനെ അവരെല്ലാം ചേർന്ന് സ്റ്റേജിലേക്ക് കൊണ്ടുപോയി. സ്റ്റേജിലേക്ക് കയറുമ്പോൾ അവൾ പതിയെ അവനെ നോക്കി പുഞ്ചിരിച്ചു. അവനും അവളെ നോക്കി തിരികെ പുഞ്ചിരിച്ചു. അവൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അവൾ നിറഞ്ഞ സന്തോഷത്തിലായിരുന്നു. പിന്നീട് മോതിരം രണ്ടുപേരും കൈമാറി. കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അവർ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. എന്നിട്ടവർ മടങ്ങി. ഇറങ്ങാൻ നേരം അപ്പോൾ ശരി പോട്ടെ എന്നവൻ അവളോട് യാത്ര പറഞ്ഞു. അവളതിന് മറുപടിയായി തലകുലുക്കി ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ തൊട്ട് അവൾ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. വരാൻ പോകുന്ന തൻ്റെ ശ്രീയേട്ടനോടൊപ്പമുള്ള നാളുകൾ അതോർത്ത് അവൾക്ക് വളരെയേറെ പ്രതീക്ഷകളായിരുന്നു ജീവിതത്തെപ്പറ്റി. പക്ഷേ എൻഗേജ്മെൻറ്റിന് ശേഷം അവൻ അവളെ ഒന്ന് വിളിക്കുകയോ കാണുകയോ ചെയ്തില്ല. അവൾ ഏറെ ആശിച്ചിരുന്നു അവനോടൊപ്പം പുറത്തു പോകാനും ഫോണിൽ സംസാരിക്കാനും ഒക്കെ. പക്ഷെ അതൊന്നും നടന്നില്ല. അവളുടെ കൂട്ടുകാരൊക്കെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞവരായിരുന്നു. അവർക്ക് ഫോണിൽ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അവൾക്കുള്ളിലൊരു സങ്കടം തോന്നി. അതിനെപ്പറ്റിയൊന്നും അവൾ രേവതിയോട് പോലും പറഞ്ഞില്ല. പിന്നെ അവൾ മനസ്സിൽ കരുതി അവന് കടയൊക്കെ ഉള്ളതുകൊണ്ട് തിരക്കൊക്കെ ആയിരിക്കും. പിന്നെ ഒരു കുടുംബമൊന്നും ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ ഒരു പെണ്ണിനോടൊക്കെ സംസാരിക്കുമെന്നൊന്നും ശ്രീയേട്ടനെ അറിയില്ലായിരിക്കും എന്നവൾ വിചാരിച്ചു. ഇപ്പോൾ പ്രണയിച്ചില്ലെങ്കിൽ എന്താ, കല്യാണം കഴിഞ്ഞും പ്രണയിക്കാലോ എന്നവൾ മനസ്സിൽ പറഞ്ഞു. അങ്ങനെ 1 വർഷം കഴിഞ്ഞു. രേവതി പറഞ്ഞ് അവൻ്റെ വിശേഷങ്ങളെല്ലാം അവൾ അറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ മാരേജ് ഡേറ്റ് ഫിക്സ് ചെയ്തു. 3rd ഇയർ എക്സാം കഴിഞ്ഞ് വെക്കേഷനിലാണ് മാരേജ് ഡേറ്റ് ഫിക്സ് ചെയ്തത്. അനുവിൻ്റെ വീട്ടിൽ മൊത്തം ഉത്സവ പെരുമഴയായിരുന്നു. ഡ്രസ്സ് എടുക്കലും ഗോൾഡ് എടുക്കലും ഒക്കെ കഴിഞ്ഞു. ശ്രാവണിൻ്റെ വീട്ടുകാർ അവളുടെ ഡ്രസ്സിൻ്റെ അളവൊക്കെ വാങ്ങി. കല്യാണം അടുക്കുന്തോറും ടെൻഷനും കൂടെ അവനെ കാണാനും അവളുടെ ഉള്ളം കൊതിച്ചു. തൻ്റെ വീട്ടുകാരെ പിരിയുന്ന കാര്യം അവൾക്കത് ചിന്തിക്കാൻ കൂടെ കഴിയുന്നുണ്ടായിരുന്നില്ല. അവളുടെ വീട്ടുകാരുടെ അവസ്ഥയും അതുതന്നെയായിരുന്നു. തുടരും.